അഫ്സലിലേക്ക് പോവുകയാണ്. അഫ്സൽ, ഇപ്പോൾ ഇതാണ് ഇതിനുള്ള മറുപടി. ഈ നിലവിൽ നടക്കുന്ന പല കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇവിടെ ഭരിക്കുന്നത് ആര് എന്നുള്ളത്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോപണ ശരങ്ങൾ നിങ്ങളുടെ നേർക്ക് വരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ 1 കിലോയിൽ കുറവായി കാണിക്കുന്നുണ്ട്. അത് ആ തരത്തിലേക്ക് തെറ്റായി FIR-ൽ കൂട്ടിച്ചേർത്തതാണ് എന്നുകൂടിയും പറഞ്ഞു വെക്കുന്നുണ്ട് അഫ്സൽ. KSUവിൻ്റെ സംസ്ഥാന നേതാവ് ശ്രീ യദുകൃഷ്ണൻ ഇവിടെ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ലോകത്താകമാനം സാമ്രാജ്യത്വത്തിൻ്റെ പ്രോത്സാഹനത്തോടു കൂടി വളർന്നു വരുന്ന ഈ ലഹരി മാഫിയ, രാസലഹരി മാഫിയ, കഞ്ചാവ് മാഫിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ചെറുക്കാൻ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം ഇതിൽ എങ്ങനെയെങ്കിലും SFIയെ പഴി ചാരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള സമീപനമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏത് വിഷയം വരുമ്പോഴും KSU ഉൾപ്പെടെയുള്ള വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാറുള്ളത്. ഇന്നിപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇതിൻ്റെ ആങ്കറായ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, യദുകൃഷ്ണൻ്റെ വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നുന്നു എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത് എന്താ? കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ലഹരി മാഫിയ പ്രവർത്തനം നടത്തുന്നത്, ലഹരി വിതരണം ചെയ്യുന്നത് SFI ആണെന്നാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്? ശ്രീ VD സതീശൻ പറഞ്ഞത് ഇവിടെ കേരളത്തിലെ ക്യാമ്പസുകളിലാകെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന SFI ആണ്. ഇതിനു മുമ്പും അങ്ങനെ കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ, SFIക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ലഹരി കേസിൻ്റെ ഭാഗമായിട്ട് എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. പ്രിയപ്പെട്ട VD സതീശൻ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ ശിഷ്യനായ ശ്രീ യദുകൃഷ്ണന് ഒരു വിവരം കൊടുക്കണം. ഇതിനു മുമ്പ് ലഹരി കേസുമായി ബന്ധപ്പെട്ട്, കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എത്ര SFI പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പേരു സഹിതം കേരള സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ആർജവം കേരളത്തിൻ്റെ നാണം കെട്ട SFI എന്തു പറഞ്ഞാലും പഴിചാരാൻ ശ്രമിക്കുന്ന, ഇത്തരമൊരു വിഷയത്തിൽ പോലും രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന കൊതുകിൻ്റെ സ്വഭാവമുള്ള പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഒന്ന് വിളിച്ചു പറയാൻ തയ്യാറാകണം. ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഇപ്പോൾ കളമശ്ശേരി പോളിയിലെ പേരുകളൊക്കെ ഇന്നലെ പറഞ്ഞത് എന്താ? ഇന്നലെ ഇതുപോലെ തന്നെ ചാനൽ പ്ലാറ്റ്ഫോമിൽ വന്ന് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾക്ക് അതുമായൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് KSUക്കാരെന്ന് തെളിയിക്കുന്ന ഒരു രേഖ കൊണ്ടുവാ, കൊടി പിടിച്ച് നിൽക്കുന്ന പടം കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിനാ കൊടി പിടിച്ച് നിൽക്കുന്ന പടം? നിങ്ങളുടെ KSUവിൻ്റെ നേതാവായി അവിടെ യൂണിയൻ പാനലിൽ മത്സരിച്ച ആദിൽ സാക്ഷ്യപ്പെടുന്നുണ്ടല്ലോ, ആകാശ് KSUവിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ളത്. ഈ ആദിലിൻ്റെ റൂമിൽ നിന്ന് പിടിച്ചത്, KSUവിൻ്റെ നേതാവായ ആദിലിൻ്റെയും അനന്തുവിൻ്റെയും റൂമിൽ നിന്ന് പിടിച്ചത് ചെറിയ ഗ്രാം കഞ്ചാവല്ല. ചെറിയ ഗ്രാം കഞ്ചാവിനെ ചെറുതായി കാണുകയല്ല. പിടിച്ചത് 2 കിലോയോളം വരുന്ന 1.9 ഗ്രാം 1.9 കിലോഗ്രാം വരുന്ന കഞ്ചാവാണ്. അവിടെ തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന വെയിങ് മെഷീൻ അവിടെ ഉണ്ടായിരുന്നു പറയുന്നു. അവിടെ പോലീസുകാർ ചെല്ലുമ്പോൾ ഇത് വിൽപ്പന ആവശ്യത്തിന് വേണ്ടി ക്രഷ് ചെയ്ത് പാക്ക് ചെയ്യുകയായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ മീഡിയകളോട് വിളിച്ചു പറയുന്നു. ഇങ്ങനെ സ്വന്തം റൂമിനകത്ത് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒരു കവറിലെങ്കിലും എന്തെങ്കിലും സാധനത്തിൽ കൊണ്ടുവന്ന് വെക്കണമല്ലോ. ആകെ 10-60 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിനകത്ത് ഒരു കവറിൽ സ്വന്തം റൂമിൽ ഈ വെയിങ് മെഷീനും ഈ പറയുന്ന 2 കിലോ കഞ്ചാവും കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആദിലെന്ന് പറയുന്ന KSU നേതാവിന് അതിലൊരു പങ്കുമില്ല എന്ന് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളാകെ അന്നം തിന്നാത്ത കോൺഗ്രസ്സുകാരെ പോലെ എന്തു കണ്ടാലും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പോലെ എന്ത് കണ്ടാലും VD സതീശൻ പറയുന്നത് സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണ്ടേ? അങ്ങനെയല്ല. അതാണ് കേരളക്കര കഴിഞ്ഞ തവണയും ഇത്തവണയുമൊക്കെ അവരുടെ വോട്ട് മാൻഡേറ്റിലൂടെ തെളിയിച്ചത്. ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിക്കുക. KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ 2 മാസം മുമ്പാണ്. KSUവിൻ്റെ ഏതെങ്കിലും ചെറിയ നേതാവല്ല, കളമശ്ശേരി പോളിയിലെ പോലെ ഏതെങ്കിലും ചെറിയ നേതാവല്ല, ഏതെങ്കിലും യൂണിറ്റ് സെക്രട്ടറിയോ യൂണിറ്റ് പ്രസിഡൻറ്റോ അല്ല. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാനാണ് കഞ്ചാവുമായി പിടിയിലാത്. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി. അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ് KSUവിന് ഉണ്ടോ ജില്ലയിൽ? ആ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് റിസ്വാൻ കഞ്ചാവുമായി അറസ്റ്റിലാവുകയാണ്. ഈ റിസ്വാനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു KSU? ഈ പറയുന്ന ആകാശിനെതിരെ, ആദിലിനെതിരെ, അനന്തുവിനെതിരെ, ഇന്ന് അറസ്റ്റിലായ ഷാലിക്കും ആഷിഖും ഉൾപ്പെടെയുള്ള
KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് കമ്മിറ്റി അംഗവുമായിരുന്ന ആളുകൾക്കെതിരെ ഈ നിമിഷം വരെ എന്ത് നടപടി സ്വീകരിച്ചു? അല്ല, നടപടി സ്വീകരിക്കാൻ ഇവർക്ക് KSUവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ട? അഫ്സൽ, പറയാൻ അവസരം തരണം. ഞാൻ വരാം താങ്കളിലേക്ക് വരാം. അഫ്സൽ പറയൂ. ഇവർക്ക് KSUവുമായി ബന്ധമില്ല എന്ന് KSUക്കാർ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാതിരിക്കണോ കേരളക്കര? നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്ന തെളിവുകളല്ലേ? ഷാലിഖ് എന്ന് പറയുന്ന അവിടുത്തെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അവിടെ KSUവിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യമല്ലേ പുറത്തു വന്നത്? അവിടെ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദിയിൽ ഈ പറയുന്ന കഞ്ചാവ് കച്ചവടക്കാർ മുഴുവൻ ഷാലിഖും മാഷിക്കും അതുപോലെ ആദിലുമൊക്കെ ഉൾപ്പെടെയുള്ള KSUവിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയല്ലേ പുറത്തു വരുന്നത്? എത്ര ഫോട്ടോ വേണം? ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് അവിടെ സ്ക്രീനിലിട്. നിങ്ങൾ യദുകൃഷ്ണന് കാണിച്ചു കൊടുക്ക്. ഒരു മാന്യമായ സമീപനം സ്വീകരിക്കണ്ടേ? ജാഗ്രത ജാഥ നടത്തിക്കോ. KSU നടത്തുന്ന ജാഥ ആത്മാർത്ഥമാണെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കുറേ കാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി മാഫിയക്കെതിരെ ക്യാമ്പയിനിങ് എടുക്കുന്നു. മയക്കുമരുന്നിനെതിരെ എന്ന് പറഞ്ഞ് 3 വർഷം മുമ്പ് ജില്ലകൾ തോറും 14 ജില്ലകളിലും ജില്ലാ ജാഥ നടത്തി 100 കണക്കിന് ക്യാമ്പസുകൾ KSUയുടെ പോലെ ഒരു ദിവസം ഒരു ജില്ലയിലല്ല, ഒരു ജില്ലയിൽ തന്നെ 4-5 ദിവസം എടുത്ത് ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും കവർ ചെയ്ത് മയക്കുമരുന്നിനെതിരെ അരാഷ്ട്രീയതക്കെതിരെ മുദ്രാവാക്യം വെച്ച് ജില്ലാ ജാഥ നടത്തിയത് 3 വർഷം മുമ്പേ. SFI നടത്തുന്ന പോരാട്ടത്തെ KSUവിന്റെ ജാഗ്രത യാത്ര കൊണ്ട് മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല. പോരാട്ടത്തിനും അല്ലെങ്കിൽ ക്യാമ്പയിനിങ്ങിനൊന്നും ഒരു കുറവുമില്ലല്ലോ അഫ്സൽ. എല്ലാവരും മത്സരിച്ചത്രം ക്യാമ്പയിനിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടമുണ്ട്. ഈ അരാഷ്ട്രീയത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇപ്പം ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന ഏത് സംഘടനയാണ് അവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാകും നല്ലത്. അത്തരത്തിലേക്ക് വളരെ സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരാഷ്ട്രീയത എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. അല്ല, ഞാൻ ആ ക്യാമ്പസിനെ പറ്റിയല്ല, ഞാൻ ക്യാമ്പസ് ഒരു മിനിറ്റ് ഞാനൊന്ന് ഞാൻ ക്യാമ്പസിനെ പറ്റിയല്ല പറഞ്ഞത്. ഞങ്ങളെടുത്ത ക്യാമ്പയിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിൻ്റെ മെറിറ്റിനെ, ഈ വിഷയത്തിൻ്റെ പ്രശ്നത്തെ കാണാതെ പോകുന്നുള്ളതാണ്. ഏതൊരു വിഷയം വരുമ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏതൊരു വിഷയം വരുമ്പോഴും ഒരു 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 കയറ് കണ്ടാൽ കയറിൻ്റെ അറ്റത്ത് SFI ഉണ്ടോ എന്ന് തിരക്കുന്ന, SFI ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു SFIയുടെ ഓഫീസിൽ കയറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് SFI ആക്രമിക്കാൻ വേണ്ടിയുള്ള അവസരമായി കാണുന്നതാണ് പ്രശ്നം. SFI തയ്യാറാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോർഡിനേഷൻ സമിതി ഉണ്ടാക്കി ആ സമിതിയെ നയിച്ച് ഐതിഹാസികമായ സമരങ്ങൾ നടത്തിയ പാരമ്പര്യമുണ്ട് SFIക്ക്. അന്ന് KSUവിനെയും MSFിനെയും ASFിനെയും ഒക്കെ അണിനിരത്തി കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി സമരം നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി. ഒന്നിച്ചണിനിരന്ന് KSUവിൻ്റെ കൂടെ ASFിൻ്റെ കൂടെ എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളുടെ കൂടെ ചേർന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജാഗ്രത പടർത്താൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവർ തയ്യാറല്ല. ഇവർ ഈ വിഷയത്തിനിടയിലും SFIയെ 4 ചവിട്ട് ചവിട്ടാൻ എന്താണ് മാർഗമെന്ന് ചെയ്യുകയാണ്. അവിടെയാണ് ഈ പ്രശ്നമെല്ലാം, ഇതിൻ്റെ ഈ ക്യാമ്പയിനിങ്ങിൻ്റെ എല്ലാ മെറിറ്റും നഷ്ടപ്പെടുന്നത്. ശരി.